ഹലോ എവ്രിവൺ, എല്ലാവർക്കും ന്യൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ കേരള PSCയുടെ സാനിറ്ററി കെമിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മോഡ്യൂൾ 4 ഫിസിക്കൽ കെമിസ്ട്രി എന്ന പാർട്ടിലെ മോഡ്യൂൾ 4ന്റെ റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ട് 1 ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൗ നമ്മൾ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് വരുന്ന 2 ടോപ്പിക്സ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ആദ്യത്തേത് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും രണ്ടാമത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും. അങ്ങനെ 2 ടോപ്പിക്കാണ് ഉള്ളത്. സിമ്പിൾ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കെമിക്കൽ തെർമോഡൈനാമിക്സ്. സോ എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ളത് ആദ്യം അറിയാം. എന്താണ്? ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അതായത് ഹീറ്റ് ചേഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ റിയാക്ഷൻസ് കുറെ നടക്കുമല്ലോ. അപ്പൊ ആ റിയാക്ഷനകത്ത് എത്രത്തോളം ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഓക്കെ, വിവിധ തരത്തിൽ ഈ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാം. ഓക്കെ, അതിന്റെ ആ ഒരു ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഹീറ്റ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് കുറെ അധികം പുതിയ ടേംസ് വരുന്നുണ്ട്. സോ ആ ടേംസിനെ കുറിച്ചുള്ള ഒരു വീക്ഷണം നമുക്ക് ഉണ്ടായിരിക്കണം. അതെന്താണ് ഉദ്ദേശിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതിയ പുതിയ ടേംസ് ആണ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. സ്റ്റിൽ മറന്നു പോയിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് വിടുക. ഒന്നാമതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് സറൗണ്ടിങ്സ്, ദെൻ യൂണിവേഴ്സ്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു റൂം എടുക്കാന്ന് വിചാരിക്കൂ. ഓക്കെ, ആ റൂമിനകത്ത് എന്തുണ്ടാവും? നമ്മുടെ വീട്ടിൽ ഒരു റൂം ഉണ്ട്. ആ റൂമിനകത്ത് എന്തൊക്കെയുണ്ട്? കട്ടിലുണ്ടാവും, അല്ലെ? അതുപോലെ ചിലപ്പോൾ ടേബിൾ ഉണ്ടാവും, അതുപോലെ വാർഡ്രോബ് ഉണ്ടാവും, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ അവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, അതിനകത്ത് നിങ്ങളെ മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ റൂമിനകത്ത് ആരാണോ അവിടെ നിൽക്കുന്നത് അവരെ മാത്രം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മൾ സയന്റിഫിക്കലി എങ്ങനെ പറയും? ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, നമ്മൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു പാർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആരെ സിസ്റ്റം? ആരാ? നിങ്ങൾ. ആ റൂം കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളാണ് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഇനിയിപ്പോ സറൗണ്ടിങ്സ് എടുത്തു എന്ന് വിചാരിക്കൂ. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ട് അതർ ദാൻ സിസ്റ്റം, സിസ്റ്റം അല്ലാതെ ബാക്കിയുള്ളവര്, അതാണ് അവിടുത്തെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ആരൊക്കെയാവും അവിടുത്തെ സറൗണ്ടിങ്സ്? നമ്മളിപ്പോ റൂം അല്ലേ കൺസിഡർ ചെയ്ത്, അപ്പൊ ആരൊക്കെ വരാം? കട്ടിലുണ്ട്, അതുപോലെ ടേബിള്, വാർഡ്രോബ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള്, ക്ലോത്ത്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം അവിടുത്തെ സറൗണ്ടിങ്സ് ആണ്. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? യെസ്, സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരായിരിക്കും? ബാക്കിയുള്ള ആൾക്കാർ. അതാണ് ഈ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് എക്സെപ്റ്റ് സിസ്റ്റം, സിസ്റ്റം അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നു? സറൗണ്ടിങ്സ് എന്ന് പറയുന്നു. ഇനി ഈ സിസ്റ്റവും ഈ സറൗണ്ടിങ്സും കൂടെ ചേർന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സ്. അതായത് ആ ടോട്ടൽ റൂം, ആ ടോട്ടൽ റൂമിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സ് എന്നത്. അതിന് സിസ്റ്റവും വരും, സറൗണ്ടിങ്സും വരും. ഓക്കെ, ഇനി ഈ സിസ്റ്റവും സറൗണ്ടിങ്സും തിരിച്ചറിയണ്ടേ? രണ്ടും ഒന്ന് സിസ്റ്റം ആണോ ഒന്ന് സറൗണ്ടിങ് ആണോ എന്നുള്ളത് തിരിച്ചറിയണ്ടേ? അതിനായിട്ട് എന്ത് വരുന്നുണ്ട്? ഒരു ബൗണ്ടറി വരും. ബൗണ്ടറി. ഓക്കെ, അത് റിയൽ ആവാം, അല്ലാച്ച ഇമാജിനറി ആവാം. എങ്ങനെ വേണമെങ്കിലും ആവാം. റിയൽ തന്നെ ആവണം നിർബന്ധമില്ല, ഇമാജിനറിയും ആവാം. ഓക്കെ, സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിസ്റ്റം, സറൗണ്ടിങ്സ്, യൂണിവേഴ്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതെല്ലാം മുൻപ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് സിസ്റ്റംസ് ഒരു 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമതാണ് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത് ക്ലോസ് സിസ്റ്റം, മൂന്നാമത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ആൾക്കാർ എന്ന് പറയുന്നത് ഇവരാണ്, എനർജി ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. അവരുടെ എക്സ്ചേഞ്ച് അനുസരിച്ചാണ് നമ്മൾ ഇതിന് പേര് കൊടുക്കുന്നത് കേട്ടോ. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചായ കുടിക്കില്ലേ നമ്മള്? ചായ കുടിക്കുന്ന നേരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കപ്പിനകത്ത് ചായ എടുത്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും അവിടെ? ആ ചൂടാറിയിട്ടുണ്ടാവും, ഒന്നാമത്തെ കാര്യം. അല്ലേ? അത് കറക്റ്റ് അല്ലേ?
അപ്പൊ അതിനർത്ഥം എക്സ്ചേഞ്ച് ഓഫ് എനർജി അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ചൂടാറിയില്ലോ അല്ലെ? അപ്പൊ ഇത് എക്സ്ചേഞ്ച് ഓഫ് എനർജി സംഭവിച്ചു എന്നുള്ളതാണ്. അതേസമയം ഓൾസോ എക്സ്ചേഞ്ച് ഓഫ് മാറ്ററും സംഭവിച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് ഈ പറയുന്ന ചൂടാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ എന്തായി പോയിട്ടുണ്ട്? വേപ്പറായി പോയിട്ട് അതിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ ചായയിൽ അങ്ങനെ എമൗണ്ട് കുറഞ്ഞത് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ബിക്കോസ് അത് വളരെ മൈന്യൂട്ട് ലെവൽ ആയിരിക്കും, നമുക്കത് അങ്ങനെ വിസിബിൾ ആയിട്ട് ഉണ്ടാവില്ല. വളരെ മൈന്യൂട്ട് ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ മാറ്ററും കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആരുമായിട്ട്? സറൗണ്ടിങ്സുമായിട്ട്. അവരെ പറയുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ചായ എന്നുള്ളത് ആലോചിക്കുക. നോക്കൂ, ഇനി ഈ എക്സാമ്പിൾ നോക്കി നോക്കൂ. ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ ആൻ ഓപ്പൺ വെസൽ. അതന്നെയല്ലേ നമ്മൾ ചായ എന്ന് ഉദ്ദേശിക്കുന്നത്? ചായ കുടിക്കുമ്പോൾ ചൂടോടെ ചായ കുടിക്കുക അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓപ്പൺ ആക്കി വെച്ചേക്കാണ് എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ ഇതാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് ആണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? നമ്മള് ചായ തന്നെ എടുത്തോളൂ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടച്ചു വെച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പറയൂ, അതിനകത്ത് എനർജി എക്സ്ചേഞ്ച് ചെയ്യില്ലേ? എനർജി എക്സ്ചേഞ്ച് ചെയ്യില്ലേ? ചെയ്യും. കാരണം എന്താ? കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിക്കും? ചൂടാറുമല്ലോ. അതിനർത്ഥം എനർജി എക്സ്ചേഞ്ച് ചെയ്യും എന്നുള്ളത്. ഇനി അതേസമയം അവിടുത്തെ മാറ്റർ പോവോ? ഇല്ല, മാറ്റർ ഒരിക്കലും പോവില്ല. സോ അങ്ങനെയുള്ളതാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് എനർജി ടേക്സ് പ്ലേസ് ബട്ട് നോട്ട് മാറ്റർ. മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. സെയിം തന്നെ. നെക്സ്റ്റ് ആണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലാസ്ക്. ഈ പറയുന്ന ചായ നമ്മൾ എന്തെടുത്തു? ഫ്ലാസ്കിൽ എടുത്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചൂടും പോകുന്നില്ല, അടച്ചു വെച്ചേക്കണോണ്ട് മാറ്ററും പോകുന്നില്ല. സോ നോക്കൂ, cannot exchange both matter and energy with the surroundings. എക്സാമ്പിൾ ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ തെർമോസ് ഫ്ലാസ്ക്. റെഡി അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇത് മൂന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയണം കേട്ടോ. ഓക്കെ, ഏതൊക്കെയായിരുന്നു മൂന്നെണ്ണം? ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ്. ഓക്കെ, ഇനി രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ വട്ടം ചോദിച്ചെന്ന് തോന്നുന്നു. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെയും മാറ്റർ ആണ് വരുന്നത്. മാറ്റർ കേട്ടോ. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഇത് കിട്ടിയോ? എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇത് കിട്ടിയോ? എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീനെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും? മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ആരാണ് ഇൻഡിപെൻഡന്റ്, ആരാണ് ഡിപ്പെൻഡന്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. നോക്കുള്ളൂ, ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഹലോ, ഒന്ന് മ്യൂട്ട് ആക്കട്ടെ. ഓക്കെ, ഇന്റൻസീവ് പ്രോപ്പർട്ടി നോക്കൂ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നല്ലേ പറഞ്ഞേ? അതിനകത്ത് ഒരു ഇന്നില്ലേ? IN, ഇൻ കണ്ടോ? ഇന്റൻസീവില് IN, ഇന്നുണ്ട്. അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ എന്താണ്? IN, ഇന്നുണ്ട്, അതായത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന്. ഞാൻ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് കേട്ടോ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അങ്ങനെ ഓർത്തു വെക്കുക. ഇൻ കേട്ടോ. ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് ആണ്. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഡിപെൻഡന്റ് ആയിരിക്കും. ആരിനെ? എമൗണ്ട് ഓഫ് മാറ്ററിനെ. അത് വേണം ഓർത്തു വെക്കാൻ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അറിയേണ്ടത്, ഇത് കൂടുതലും ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അതായത് എക്സാമ്പിൾസ് തന്നിട്ട് അവർ ചോദിക്കും ഇതിൽ ഏതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, അല്ല ഇതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെയാണ് അവർ ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവരുടെ എക്സാമ്പിൾസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
അടുത്തത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നോക്കാമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു അങ്ങനെ വലിയ കോഡൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ പഠിക്കാം, അല്ല വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയും പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും പഠിച്ചോളൂ കേട്ടോ, പ്രശ്നമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. BP of Mr. VC decreases when C temperature. ഒന്നുകൂടെ വായിക്കാം. BP of Mr. VC, VCയുടെ BP കേട്ടോ. BP of Mr. VC decreases when C temperature. ടെമ്പറേച്ചർ കാണുമ്പോൾ VCയുടെ BP കുറയുന്നു എന്നുള്ളതാണ്. ചുമ്മാ പറഞ്ഞതാ. BP of Mr. VC decreases when C temperature എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. BP-യിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോയിലിംഗ് പോയിന്റിനെ കാണിക്കുന്ന കേട്ടോ. ബോയിലിംഗ് പോയിന്റ് BP കേട്ടോ, ബോയിലിംഗ് പോയിന്റ് ആണ് B എന്ന് പറയുന്നത്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാ. ഓക്കെ, ഇപ്പൊ BP കിട്ടിയില്ലേ? B എന്താ? ബോയിലിംഗ് പോയിന്റ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറാ. ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല്, അറിയാലോ, സ്മെല്ല് കേട്ടോ, ഓർഡർ. O എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ്, അതറിയാലോ, ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഇനി M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആൾക്കാരുണ്ട്. ഒന്ന് മെൽറ്റിംഗ് പോയിന്റ് വരും, മെൽറ്റിംഗ് പോയിന്റ്. അടുത്തത് മോളാർ വോളിയം വരും, മോളാർ വോളിയം, മോളാർ വോളിയം വരും. അത് കഴിഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി വരും, മോളാർ ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. അടുത്തത് മാലിബിലിറ്റി, മാലിബിലിറ്റി. അപ്പൊ ഇത്രയും ആൾക്കാരുണ്ട് എമ്മിൽ കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ്, മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, മാലിബിലിറ്റി. ഓക്കെ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നെക്സ്റ്റ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസ്കോസിറ്റി, വിസ്കോസിറ്റി. V എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസ്കോസിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഉണ്ട്. അതുപോലെ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ കളർ ഉണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ, കണ്ടക്ടിവിറ്റി, കളർ. ഓക്കെ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ക്യാപിറ്റൽ ലെറ്റർ മാത്രം എടുത്താൽ മതി കേട്ടോ. ഡിക്രീസസ് ഫുൾ എടുക്കണ്ട, അതുപോലെ വെന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി വരും, ഡെൻസിറ്റി. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി വരും കേട്ടോ, ഡക്റ്റിലിറ്റി, ഡെൻസിറ്റി, ഡക്റ്റിലിറ്റി. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ, എമ്മിന്റെ സ്ഥാനത്ത് എസ്സിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അടുത്തത് E ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. TEMP, ടെമ്പ് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അതറിയാലോ, ടെമ്പറേച്ചർ. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. BP of Mr. VC decreases when C temperature. B എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്, P പ്രഷർ, O ഓർഡർ, F ഫ്രീസിംഗ് പോയിന്റ്, M മെൽറ്റിംഗ് പോയിന്റ്, മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, മാലിബിലിറ്റി, R റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, V വിസ്കോസിറ്റി, C കോൺസെൻട്രേഷൻ, കണ്ടക്ടിവിറ്റി, കളർ, D ഡെൻസിറ്റി, ഡക്റ്റിലിറ്റി, S സർഫസ് ടെൻഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, E ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, T ടെമ്പറേച്ചർ. ഇതെന്താണെന്നറിയോ? എന്തിനുള്ള കോഡാണെന്നറിയാവോ? ഇത് ഇന്റൻസീവ് പ്രോപ്പർട്ടിക്കുള്ള കോഡാണ്. അതായത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ എല്ലാം. അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചു വെക്കുക. ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻസീവ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോഡൊക്കെ വെച്ച് പറഞ്ഞു തന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞു, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും. എക്സ്റ്റെൻസീവ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്ത് വരരുത്, കൺഫ്യൂഷൻ വരരുത്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക എന്നുള്ള രീതിക്ക് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഫംഗ്ഷൻസ്, 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഫംഗ്ഷൻസും ഒന്ന് പാത്ത് ഫംഗ്ഷൻസും ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമാണ് എന്ത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ടൗണിലോട്ട് പോകാനായിട്ട് കുറെ അധികം വഴികൾ ഉണ്ടാവും അല്ലെ? 2-3 വഴികൾ ഉണ്ടെന്ന് വിചാരിക്കൂ.
അതിലിപ്പോ ഏത് പോയാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? നിങ്ങളുടെ വീട്. എൻഡ് പോയിന്റ് ഏതാ? ടൗണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡ് പോയിന്റിൽ മാത്രം എത്തിയാൽ മതി, അതിനെ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഏത് വഴിയിൽ കൂടെ പോയി എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി. ഓക്കെ, അതായത് നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഇല്ലേ, അതിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വരുന്നത് കേട്ടോ. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം പാത്ത് ഫംഗ്ഷൻ അപ്പൊ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഏത് വഴിയിലൂടെ ടൗണിലേക്ക് പോകുന്നു എന്നതിനെ മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ, അല്ലാതെ രണ്ട് എൻഡ് പോയിന്റ് മാത്രമല്ല, പാത്ത് ഫോളോഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ്. ഇതിനെയാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹീറ്റ് വർക്ക്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഓക്കെ, പ്രോസസ്സ് നോക്കി എളുപ്പമുള്ള ആൾക്കാരാണ് ഇത് ചോദിച്ചിട്ടുമുണ്ട്. ഐസോതെർമൽ പ്രോസസ്. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഐസോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സെയിം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം. തേർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇനി ഒന്ന് പറഞ്ഞ എന്താ ഐസോ തെർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോസസ് ദാറ്റ് ഒക്കർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. സെയിം മീൻസ് കോൺസ്റ്റന്റ് ആണല്ലോ. പ്രോസസ് ദാറ്റ് ഒക്കർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഡെൽറ്റ ടിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഡെൽറ്റ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതാണ് അവിടുത്തെ ട്വിസ്റ്റ്. നിങ്ങൾ ചിലപ്പോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് വരും. അങ്ങനെ വരരുത് കേട്ടോ. ടെമ്പറേച്ചർ ആണ് അവിടെ 0 വരിക, കോൺസ്റ്റന്റ് വരുന്നത്. ഹീറ്റ് അവിടെ ഒരിക്കലും, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അല്ലേ, ഹീറ്റ് ഒരിക്കലും അവിടെ എന്തല്ല, 0 അല്ല. അത് ആലോചിക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറയുമ്പോൾ എന്താ? പ്രഷർ ആണ്. ഓർത്ത് വെക്കുക, ബാർ എന്ന് പറയുമ്പോൾ പ്രഷർ ആണ് അല്ലെ. ഈ കള്ളു കുടിക്കുന്നവരൊക്കെ പറയുന്നില്ലേ, പ്രഷർ മാറ്റാനാണ് ബാറിൽ പോണെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ അവിടെ എങ്ങനെയാ ഇക്വേഷൻ വരുന്നത്? ഡെൽറ്റ പി ഈക്വൽ ടു എന്ത്? 0. ഓക്കെ, നെക്സ്റ്റ് ഐസോകോറിക്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോള്യം. ഓക്കെ, വോള്യം ആണ് അവിടെ എന്ത് വരുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഡെൽറ്റ വി ഈക്വൽ ടു 0. നെക്സ്റ്റ് ആണ് ഒരു അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ് ആണ് കേട്ടോ. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നില്ല, നോക്കിക്കോളൂ. പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് ഹീറ്റ് എനർജി. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. നോ ഹീറ്റ് എൻറ്റേഴ്സ് നോർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ഹീറ്റ് എൻറ്ററും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലീവും ചെയ്യുന്നില്ല. സോ ഇവിടെയാണ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 വരിക കേട്ടോ. ഇവിടെയാണ് അഡയബാറ്റിക്കിലാണ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 വരിക. ശ്രദ്ധിക്കണം. ഐസോതെർമലില് അത് നോട്ട് ഈക്വൽ ടു 0 ആണ് വരിക കേട്ടോ. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടുവോ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0, ഡെൽറ്റ ടി നോട്ട് ഈക്വൽ ടു 0. നേരെ തിരിച്ച് നമ്മുടെ ഐസോതെർമലിൽ വന്നില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണൊന്നുമില്ല. എന്താണ്? സൈക്ലിക് മാനറിൽ പ്രോസസ് ടേക്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് അവിടെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ റിയാക്ഷൻസ് നടന്ന് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. നമ്മൾ സൈക്ലിക് ആയിട്ടുള്ള മാനറിൽ, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള കേസുകളിൽ ഡെൽറ്റ യു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച്, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച്. ഇത് രണ്ടിന്റെയും വാല്യൂ 0 ആയിരിക്കും കേട്ടോ. അത് നോട്ട് വെച്ചോളൂ. നെക്സ്റ്റ് ആണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. നോക്കൂ, എവറി പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 ടൈപ്സ് ഓഫ് ഫോഴ്സസ്. ഏതൊരു പ്രോസസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 2 ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഡ്രൈവിംഗ് ഫോഴ്സും ഒന്ന് ഒപ്പോസിംഗ് ഫോഴ്സും ആയിരിക്കും. എന്താ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രോസസ്സിനെ ഫേവർ ചെയ്യുന്ന ഫോഴ്സ്, അതായത് എന്താ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഒപ്പോസിംഗ് ഫോഴ്സ് എന്തായിരിക്കും? അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
if the driving and opposing forces are differed by an infinitesimally small quantity, the process takes place in both direction. അതായത് ഇപ്പൊ ഉള്ള രണ്ട് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും, അത് രണ്ടും ചെറിയ എമൗണ്ടിൽ മാത്രമാണ് അവിടെ ആ പ്രോസസ്സിനകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ്, അതായത് നമ്മൾ എടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലും നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, അതായത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ, ബോത്ത് സൈഡിലേക്കുള്ള ആരോ മാർക്ക്. ഇതാണ് റിവേഴ്സിബിൾ പ്രോസസ്സിനെ കാണിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ, റിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ബോത്ത് ഡയറക്ഷനിൽ, അതായത് ഫോർവേഡ് ഡയറക്ഷനിലും ബാക്ക്വേർഡ് ഡയറക്ഷനിലും നടക്കാനുള്ള ചാൻസ് വരും അവിടെ കേട്ടോ. നെക്സ്റ്റ് ആണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഡ്രൈവിംഗ് ഫോഴ്സും ഓപ്പോസിങ് ഫോഴ്സും എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കേ. ഓക്കെ, അതായത് നല്ല വ്യത്യാസമുണ്ട്. ഡ്രൈവിംഗ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഓപ്പോസിങ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനിലേ നടക്കുള്ളൂ. ഓക്കെ, അതായത് ഇങ്ങനെ ഒരൊറ്റ ഡയറക്ഷനിലേ നടക്കുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയുന്നത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഒന്നാമത് ഹീറ്റ് ആണ്, നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആണ്. പിന്നെ ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കാ പോവുക, അതറിയാമല്ലോ അല്ലേ. നിങ്ങളിപ്പോ നമ്മൾ അടുക്കളയിലെല്ലാം അങ്ങനെ തന്നെയല്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും തവി ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എൻ പാർട്ട് എന്തായിട്ടുണ്ടാവും, ചൂടായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ പിടിക്കാൻ പോകുമ്പോഴത്തേനും അവിടെ ചൂടായിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അവിടെ മുമ്പ് കോൾഡ് ബോഡി ആയിരുന്നു അല്ലെ. ഇനി തവിയുടെ ഏറ്റവും അറ്റം ഭാഗം, അതായത് നമ്മൾ കറിയിലിട്ട് വെച്ച ഭാഗം എന്ന് പറയുന്നത് ഹോട്ട് ബോഡിയാണ്. അപ്പൊ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് മാത്രമാണ് അവിടെ ഇങ്ങോട്ട് വരുന്നത് ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ നമുക്കറിയാമല്ലോ. അപ്പോ പിന്നെ ബോഡി അബ്സോർബ്സ് ഹീറ്റ്. ഒരു ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. അതേസമയം ഹീറ്റ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഒരു ബോഡി എനർജി, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഇൻക്രീസ് ചെയ്യുകയും ഹീറ്റ് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ കൺവെൻഷൻ പ്രകാരം നമുക്ക് അതിന്റെ എന്ത് ഇടാം, നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിൾ നമുക്ക് അതിനകത്ത് ഇടാനായിട്ട് പറ്റും. ഓക്കെ, നോക്കൂ, വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എനർജി എന്താവുന്ന പറഞ്ഞത്, ഇൻക്രീസ് ആവുന്ന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ഓർത്ത് വെക്കുക. അതേസമയം ഹീറ്റ് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് വർക്ക് വരുന്നുണ്ട്. ഒന്ന് എക്സ്പാൻഷൻ വർക്കും ഒന്ന് നോൺ എക്സ്പാൻഷൻ വർക്കാണ്. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗേഷ്യസ് സിസ്റ്റംസ്. ഓക്കെ, ഗേഷ്യസ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പാൻഷൻ വർക്ക് പറയാറ്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് W expansion is equal to minus P delta V. അതാണ് അറിയേണ്ടത് കേട്ടോ, മൈനസ് P delta V. ഈ ഒരു ഇക്വേഷൻ ആണ് അറിയേണ്ടത്, മൈനസ് P delta V. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് P delta V. സോ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വർക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിലും വേറെ വേറെ ഇക്വേഷൻ ആണ് വരിക. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ മൈനസ് P delta V തന്നെയാണ് വരിക. അതേസമയം റിവേഴ്സിബിൾ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് 2.303 NRT ലോഗ് V2/V1. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ, മൈനസ് 2.303 NRT ലോഗ് V2/V1. ഇനി അതേസമയം നോൺ എക്സ്പാൻഷൻ വർക്ക് നോക്കൂ, ഇതൊക്കെ ഇങ്ങനെയാ എഴുതുക കേട്ടോ. W എന്ന് എഴുതിയിട്ട് എക്സ്പാൻഷൻ ഇവിടെ നമ്മൾ താഴെയാണ് എഴുതുക. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആയി വന്നതാണ്. W താഴെ EXP എന്ന് എഴുതുക കേട്ടോ. അങ്ങനെ നോൺ എക്സ്പാൻഷൻ വർക്ക് നോക്കൂ, ഇതെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽസിന്റെ കേസിലാണ് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E ഇൻറ്റു Q ആണ്. E പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് വർക്കിന്റെ ഇത് നോക്കൂ, വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അറിഞ്ഞിരിക്കണം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാത്, W പോസിറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, സിസ്റ്റമാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യുവിന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പിടി കിട്ടിയോ? ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ക്യൂവിന്റെ വാല്യൂവും പറഞ്ഞു, അതുപോലെ തന്നെ ഇതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഡബ്ല്യൂയുടെ വാല്യൂവും പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ടു വാക്വം, അതായത് എക്സ്റ്റേണൽ പ്രഷർ 0 ആവുന്ന കണ്ടീഷനാണ് വാക്വം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്.
കേട്ടോ. എക്സ്റ്റേണൽ പ്രഷർ 0 ആവുന്ന സമയത്ത് ഗ്യാസിന്റെ എക്സ്പാൻഷൻ, അതാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കേസുകളിൽ നോ വർക്ക് ഈസ് ഡൺ, അവിടെ വർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇനിയുള്ളതാണ് ഇന്റേണൽ എനർജി, യു. ഇന്റേണൽ എനർജിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? യു എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ എനർജീസ്. ഏതൊക്കെ എനർജീസ് വരാം അതിനകത്ത്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി, അങ്ങനെ എല്ലാ എനർജിയുടെയും സമ്മാണ് ഈ പറയുന്ന ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇത് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ. ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, അതുപോലെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഇന്റേണൽ എനർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താ എടുക്കുള്ളൂ? ഡെൽറ്റ യു എടുക്കുള്ളൂ കേട്ടോ. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. ആൻഡ് അത് അളക്കാൻ, അത് മെഷർ ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസ് ആണ് ബോം കലോറിമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ്. ഓക്കെ, സോ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? U2 മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കുമല്ലോ. സോ U2 മൈനസ് U1 ആണ് കേട്ടോ. ഇനി ഇതിന്റെ യൂണിറ്റ് ആണ് കിലോ ജൂൾ പെർ മോള്. ഇനി ഇന്റേണൽ എനർജി നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്, ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഹീറ്റ് ട്രാൻസ്ഫറിലൂടെ നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫർ. രണ്ടാമത്, വർക്ക് ഡൺ ബൈ അല്ലെങ്കിൽ ഓൺ ദ സിസ്റ്റം. ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, ക്യൂവിന്റെ കേസ് പറഞ്ഞല്ലോ, പോസിറ്റീവ് ആവാൻ നെഗറ്റീവ് ആവാന്ന്. അതാ പറഞ്ഞത്, വേറൊന്നുമല്ല. ക്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ആ രീതിയിൽ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ W പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അങ്ങനെ ചേഞ്ച് ചെയ്യാം. അടുത്തത്, ബൈ ദ ട്രാൻസ്ഫർ ഓഫ് മാറ്ററിന്റെ ട്രാൻസ്ഫറിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അറിയേണ്ട അടുത്ത ഒരു ഇതാണ് തെർമോഡൈനാമിക്സിലെ മെയിൻ പാർട്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് കേട്ടോ. നമുക്കറിയാമല്ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അല്ലെ? അങ്ങനെ അറിയാലോ, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്, അതുപോലെ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. ഓക്കെ, ഇനി നോക്കൂ. ഇനി ഇവിടെ ഇഫ് ദർ ഇസ് ഓൺലി എക്സ്പാൻഷൻ വർക്ക്, അവിടെ എക്സ്പാൻഷൻ വർക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡബ്ല്യു എക്സ്പാൻഷൻ എന്തായിട്ട് മാറും? മൈനസ് പി ഡെൽറ്റ വി. നമ്മൾ അപ്പോഴേ പറഞ്ഞുവല്ലോ. ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണെങ്കിൽ ഈ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കാം. അപ്പൊ അതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നുള്ളൊരു ഇക്വേഷൻ ആയിട്ട് മാറി കേട്ടോ. ഇത്രയും ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾ ഡെറിവേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ഇക്വേഷൻസ് മാത്രം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇൻ കേസ് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ചില കേസുകളിൽ പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്തെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയണം അവിടെ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളത്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ലേ വരിക? അല്ലെ? ഇതിപ്പോ ഇങ്ങനെ തരും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 50 ആണ്, 50 ജൂൾസ് ആണ്. ഇനി അതേസമയം ഇത് സിസ്റ്റം അവിടെ എന്താ? വർക്ക് ഡൺ ഓൺ അല്ല, ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അങ്ങനെ വർക്ക് ഒരു 100 തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ക്യൂ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് 50 പ്ലസ് 100 ചെയ്താൽ പോരെ, അങ്ങനെ 150 കിട്ടില്ലേ എന്നുള്ള ഒരു ഉത്തരവാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മനസ്സിലായോ? അത് തെറ്റായിട്ടാ വരിക. കിട്ടിയോ? ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയേണ്ട കാര്യം ഞാൻ എന്താ പറഞ്ഞത്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നാ പറഞ്ഞത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ നമ്മളിവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം അവിടെ. അപ്പൊ -100 ആണ് വരിക ആക്ച്വലി കേട്ടോ. ഈ ഫിഗേഴ്സ് ഞാൻ ഇപ്പൊ വെറുതെ ഇട്ടതാണ് കേട്ടോ. -100 ആണ് അവിടെ വരിക. സോ 50 പ്ലസ് 100 അല്ല, പകരം 50 മൈനസ് 100 ആണ് അവിടെ വരേണ്ടത്. സോ ദാറ്റ് അവിടെ -50 എന്നുള്ള ആൻസർ ആണ് വരേണ്ടത്. ഇത് തെറ്റാണ്. ഇത് കിട്ടിയോ? അതാ ഞാൻ മൈനസ് കൺവെൻഷൻ നോക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. മൈനസും പ്ലസും ശ്രദ്ധിക്കണം. ക്യൂവിന്റെ 2 കേസിലാണ് വരുന്നത്. ക്യൂവിന്റെ കേസിലും അതുപോലെ ഡബ്ല്യുവിന്റെ കേസിലുമാണ് വരുന്നത്. അബ്സോർബ് ചെയ്യുമ്പോൾ പോസിറ്റീവും
പുറത്തേക്ക് ലീവ് ചെയ്യുമ്പോൾ നെഗറ്റീവും, അതുപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവും ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവും. അത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്ന ഒരു ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഇൻ ദ സിസ്റ്റം ആണ്. ഇനി ഇതിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നുള്ളതാണ് കേട്ടോ. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇത് ഓൾറെഡി നമ്മൾ ഇന്റേണൽ എനർജി പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, എച്ചും തനിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് H2 - H1 ആണ്. യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ തന്നെയാണ്. അതുപോലെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അപ്പാരറ്റസിന്റെ പേരാണ് കലോറിമീറ്റർ കേട്ടോ. മറ്റേത് ബോം കലോറിമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ കേസിൽ പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പിയും റിയാക്ടന്റിന്റെ എൻതാൽപ്പിയും ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു HP - HR എന്ന് പറയാം. HP പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി, HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ എൻതാൽപ്പി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, HP ഗ്രേറ്റർ ദാൻ HR ആണെങ്കിൽ, അതായത് പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത്. എൻഡോതെർമിക്, എന്താ എൻഡോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, അതാണ് എൻഡോതെർമിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക. അതേതാ കണ്ടീഷൻ? അപ്പോൾ പ്രൊഡക്റ്റിന്റെ എന്താൽപ്പി കൂടുന്ന കണ്ടീഷനിലാണ് അവിടെ എൻഡോതെർമിക് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് അടുത്തത് നെഗറ്റീവ് ആയിരിക്കും, എക്സോതെർമിക് ആയിരിക്കും. ഇനി ഡെൽറ്റ എച്ചും പഠിച്ചു, നമ്മൾ ഡെൽറ്റ യുയും പഠിച്ചു. ഇനി അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. അതാണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നന്നായി പഠിച്ചു വെക്കുക ഇക്വേഷൻ. ഇനി അതേസമയം പി ഡെൽറ്റ വി അല്ലേ, നമുക്കറിയാം എന്താ പി വി, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? പി വി ഇസ് ഈക്വൽ ടു NRT. അറിയാലോ അത്, NRT. സോ ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ജസ്റ്റ് ഡെൽറ്റ മാത്രം കൊടുക്കുക, ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. സോ ഇത് എന്തായി മാറുന്നു വെച്ച് കഴിഞ്ഞാൽ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ NRT എന്നായിട്ട് മാറും. ഓക്കെ, സോ പി ഡെൽറ്റ വിനെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ NRT എന്ന് കൊടുക്കാം. അങ്ങനെ ആവുന്ന ഇക്വേഷൻ ആണ് ഈ രണ്ടാമത് എഴുതിയിട്ടുള്ള ഇക്വേഷൻ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. ഓക്കെ, ഇനി എന്താ ഈ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ഇക്വേഷൻ തരും. ഓക്കെ, ആ ഇക്വേഷനകത്ത് എന്താ? നമ്പർ ഓഫ് പ്രോഡക്ട്സ്, അതായത് ഗ്യാസ് എന്ന അവസ്ഥയിലുള്ള പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും എണ്ണത്തിന്റെ ഡിഫറൻസ്. ഓക്കെ, അതായത് പ്രൊഡക്റ്റിൽ എത്ര ഗേഷ്യസ് ആയിട്ടുള്ള മോൾസ് ഉണ്ടോ മൈനസ് റിയാക്ടന്റിന്റെ സൈഡിൽ എത്ര ഗേഷ്യസ് ആയിട്ടുള്ള മോൾസ് ഉണ്ടോ. ഓക്കെ, അതിന്റെ ഡിഫറൻസിന്റെ എണ്ണമാണ് ഈ ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഡെൽറ്റ NP എന്ന് പറയാം കേട്ടോ, NP അതുപോലെ മൈനസ് NR എന്ന് കൊടുക്കാം, പ്രൊഡക്റ്റ് റിയാക്ടന്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡെൽറ്റ N 0 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാവും. അത് നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഈ ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഡെൽറ്റ N 0 ആയി കഴിഞ്ഞാൽ, ഇവിടെ ഡെൽറ്റ N 0 ആണ് വിചാരിക്കുക. അപ്പൊ ഈ ടോട്ടൽ ആൾക്കാർ പോവില്ലേ അവിടെ? 0 ഇൻറ്റു എന്ത് ചെയ്ത് കഴിഞ്ഞാലും 0 അല്ലേ. സോ ബാക്കി എന്തുണ്ട്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡെൽറ്റ N ഗ്രേറ്റർ ദാൻ 0, അതായത് സീറോനെക്കാളും കൂടുതൽ എന്നുള്ള അർത്ഥം. അതായത് ഇപ്പൊ 1 തന്നെ ആയിക്കോട്ടെ, അപ്പൊ അവിടെ എന്തായി മാറും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് RT എന്ന് വരും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ആരുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ? ഡെൽറ്റ യുവിന്റെ വാല്യൂ ആണോ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആണോ? നോക്കൂ, ഡെൽറ്റ യുവിന്റെ കൂടെ RT എന്ന് പറയുന്ന വാല്യൂ കൂട്ടുന്ന ആണ് എന്ത്? ഡെൽറ്റ എച്ച്. അതിനർത്ഥം ഡെൽറ്റ എച്ച് ആണ് കൂടുതൽ, ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു എന്ന് അർത്ഥം. പിടികിട്ടിന്ന് വിചാരിക്കണം. അതേസമയം തിരിച്ച് ഡെൽറ്റ N ലെസ് ദാൻ 0, അതായത് സീറോനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് RT എന്ന് വരും അല്ലെ. സീറോനേക്കാളും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ അല്ലേ വരിക. അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? മൈനസ് RT എന്ന് വരും അല്ലെ. സോ ഇവിടെ എന്ത് സംഭവിക്കാം? അതായത് ഡെൽറ്റ യുയിൽ നിന്നും എന്തോ കുറച്ച വാല്യൂ ആണ് ഡെൽറ്റ എച്ച്. സോ ഇവിടെ ആരാ കൂടുതല്? ഡെൽറ്റ യു ആണ് കൂടുതൽ ദാൻ ഡെൽറ്റ എച്ച്. ഓക്കെ, അതാണ് ഈ മൂന്നെണ്ണം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് പഠിച്ചു വെക്കുക, CP - CV ഈക്വൽ ടു R എന്നുള്ളത് കേട്ടോ. CP - CV ഈസ് ഈക്വൽ ടു R. അതായത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് CP എന്ന് പറയുന്നത്. അതുപോലെ കോൺസ്റ്റന്റ് വോളിയം ആണ് CV എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതാണ് മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം, അതിനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഡിസോർഡർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണമെന്നാണ് പറയണത്. ഇതും എന്ത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, S2 - S1 എന്നുള്ള രീതിക്കാണ് കണ്ടുപിടിക്കുക, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാറ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ശ്രദ്ധിക്കണം, ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാം. ഇനി സോളിഡും ലിക്വിഡും ഗ്യാസും നോക്കി നോക്കൂ, അതിനകത്ത് ആർക്കാണ് കൂടുതൽ ഡിസോർഡർ ഉണ്ടാവുക? ഗ്യാസിനകത്തല്ലേ. സോളിഡിലെ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും അല്ലെ. ഗ്യാസിനകത്ത് എന്താണ്, പാക്ഡ് അല്ല, അവര് ഫ്രീ ടു മൂവ് ആണ്. അപ്പൊ അവരുടെ ഡിസോർഡർനെസ് അല്ലെ, റാൻഡംനെസ്, അതായത് ഓടിക്കളിക്കുന്ന ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഗ്യാസിനകത്താണ് കൂടുതൽ. പിന്നെ കുറവ് ലിക്വിഡ്, ദെൻ ഏറ്റവും കുറവ് സോളിഡ് എന്നുള്ളതാണ്. സോ എന്താണ്, ഏറ്റവും കൂടുതൽ ഓടിക്കളിക്കുന്നത് എവിടെയാ? ഗ്യാസിലാണ്. സോ എൻട്രോപ്പി എവിടെയും കൂടുതൽ ഗ്യാസിലാണ് കൂടുതൽ. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടില്ലേ, അങ്ങനെ ആലോചിക്കൂ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആയിട്ടല്ലേ മാറുക. സോ അവിടുത്തെ റാൻഡംനെസ് കൂടുകയല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ക്യൂ റിവേഴ്സിബിൾ ബൈ ടി കേട്ടോ. ഇനി എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താനെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം സ്പോണ്ടേനിയസ് പ്രോസസ്സുകളാണ്. അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെത്താനെ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നോക്കൂ, വാട്ടർ എന്ന് പറയുന്നത് ഹൈ ലെവലിൽ നിന്നും ലോ ലെവലിലേക്ക് താനേ വരികയല്ലേ. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ അതിനകത്ത്? ഒന്നും ചെയ്തു കൊടുക്കണ്ട. ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ, അതൊരു എക്സാമ്പിളാ. അതുപോലെ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി, അത് നമ്മൾ അപ്പോഴേ പറഞ്ഞതാ അല്ലെ. നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതാ അല്ലെ. അതുപോലെ ഇന്റർമിക്സിംഗ് ഓഫ് ഗ്യാസസ്, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ, ഇതെല്ലാം നാച്ചുറൽ പ്രോസസ് ആണ്. അതുകൊണ്ടെല്ലാം ഇതെന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേറെ പേരുകൾ പറയുന്നത് ഫീസിബിൾ പ്രോസസ് ആണ്, അതുപോലെ പ്രോബബിൾ പ്രോസസ് ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം ഇറിവേഴ്സിബിൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോ ലെവലിൽ നിന്നും എപ്പോഴെങ്കിലും ഹൈ ലെവലിലേക്ക് വാട്ടർ പോവോ? ഇല്ലല്ലോ, പോവില്ല. അതിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ എന്തെങ്കിലും കൊടുക്കണം, ഏജൻസിയുടെ ഹെൽപ്പ് വേണം അല്ലെ. ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് അപ്പൊ എന്തായിരിക്കും പറഞ്ഞേ? അത്രയേ ഉള്ളൂ. അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടെ നടക്കുന്ന പ്രോസസ്സാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ ഫ്ലോ ചെയ്യുന്നു അല്ലെ. എക്സ്റ്റേണൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യും. നമ്മൾ കുഴൽക്കിണറെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, അതിനകത്ത് ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് വാട്ടർ വരുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രഷർ അല്ലെ, എക്സ്റ്റേണൽ ഏജൻസി. അപ്പൊ അതെല്ലാം നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആവണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എസ്, അതായത് എൻട്രോപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം എന്നാണ് അർത്ഥം കേട്ടോ. ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ്, അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അതേസമയം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോയും, അതേസമയം നോൺ സ്പോണ്ടേനിയസ് കേസിലാണെങ്കിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. അതായത് സ്പോണ്ടേനിയസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സ്പോണ്ടേനിയസ് എപ്പോഴാവുക? ഇറിവേഴ്സിബിൾ കണ്ടീഷൻസിലാണ്. അതുകൂടെ ആലോചിച്ച് വെക്കുക, അതിനൊപ്പം പഠിക്കുക കേട്ടോ. ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്ന ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സില്. അതുപോലെ ഡെൽറ്റ എസ് ഈക്വൽ ടു സീറോ ആവുന്നത് ഇക്വിലിബ്രിയത്തില്. അതുപോലെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആവുന്നത് നോൺ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനില്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിംഗ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. അതായത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ സമയത്ത് എൻട്രോപ്പി എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിന്റെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. നമ്മളിപ്പോ പറഞ്ഞു സ്പോണ്ടേനിയസ് ആവണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാ പറഞ്ഞേ? പോസിറ്റീവ് ആയിരിക്കണം എന്നല്ലേ പറഞ്ഞേ? പോസിറ്റീവ് മീൻസ് ഇൻക്രീസ് ചെയ്യണമെന്നല്ലേ അതിനർത്ഥം. അതാണ് ഇവിടുത്തെ സെക്കൻഡ് ലോ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക. അപ്പൊ എൻട്രോപ്പിനെ കാണിക്കുന്ന ലോ ഏതാണ്? സെക്കൻഡ് ലോ ആണ്, അതറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ സെക്കൻഡ് ലോനകത്ത് രണ്ട് അത് വരുന്നുണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അതുപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ കെൽവിൻ സ്റ്റേറ്റ്മെന്റ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ഹോട്ട് ബോഡി കോൾഡ് ബോഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അതാണ്. അതായത് എപ്പോഴും ഹോട്ട് ബോഡിയിൽ നിന്നും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. അതാണ് കെൽവിൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് അത്.
അടുത്തത് രണ്ടാമത്തെ ക്ലോഷ്യസ് ആണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 100% ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവില്ല. ഹീറ്റ് എഞ്ചിൻ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരിക്കലും 100% ആയിട്ടുള്ള എഫിഷ്യൻസി കാണിക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അതൊന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആണ് തേർഡ് ലോ. തേർഡ് ലോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത്, okay, it states that entropy of any perfectly crystalline substance is zero at absolute zero temperature. Absolute zero ടെമ്പറേച്ചറിൽ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയുന്നതാണ് തേർഡ് ലോ കേട്ടോ. അത് ഈ ലോസ് കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. ഗിബ്സ് എനർജി എന്ന് പറയുന്നത് എന്താ? മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. യൂസ്ഫുൾ വർക്ക് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾക്ക് ഡെൽറ്റ ജി രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ G2 - G1 ആണ്. G = H - TS. സോ ഈ ഇക്വേഷൻ നോട്ട് ചെയ്താൽ മതി. ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡെൽറ്റ G = ഡെൽറ്റ H - T ഡെൽറ്റ S കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഡെൽറ്റ ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ച ക്വസ്റ്റൻ കേട്ടോ. ഡെൽറ്റ G = നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? സ്പോണ്ടേനിയസ് പ്രോസസ് ആവുള്ളൂ. ഓക്കെ. ഇനി ഡെൽറ്റ എസിന്റെ വാല്യൂ എത്രയായിരിക്കണം എന്നാലേ അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ എന്ന് പറഞ്ഞേ? ഡെൽറ്റ എസ് നമ്മൾ പറഞ്ഞല്ലോ, സ്പോണ്ടേനിയസ് പ്രോസസ് ആവണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓർത്ത് വെക്കുക. ഡെൽറ്റ ജി നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കണം. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഡെൽറ്റ എസ് നെഗറ്റീവും ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കണം. ഇനി അതേസമയം ഇക്വിലിബ്രിയം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ടും സീറോ ആണ് വാല്യൂ വരിക കേട്ടോ. ഇനി ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഉള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇക്വേഷൻ ആണ്, ഗിബ്സ് ഇക്വേഷൻ ആണ്. അതായത് ഡെൽറ്റ ജി = ഡെൽറ്റ H - T ഡെൽറ്റ S. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. നോക്കിക്കോളൂ. ഡെൽറ്റ ജി = ഡെൽറ്റ H - T ഡെൽറ്റ S എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടത്. സോ ഇതിനകത്ത് കുറെ കണ്ടീഷൻസ് വരുന്നുണ്ട്. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അല്ലത് മനസ്സിലായോ? ഇല്ല. നോക്കൂ, ഈ ഇക്വേഷൻ നോക്കൂ. ഡെൽറ്റ ജി = ഡെൽറ്റ H - T ഡെൽറ്റ S. ഈ ഇക്വേഷനാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നോക്കൂ, ഇതിനകത്ത് എന്താ പറയുന്നത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് വിചാരിക്കുക. സോ ഞാനിവിടെ ഒരു 5 എന്ന് കൊടുക്കാം. അപ്പൊ -5 മൈനസ് ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ 3 +3 ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഡെൽറ്റ എസിന്റെ വാല്യൂ +3 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നോക്കൂ, -5 - 3 എത്ര വരും ആൻസർ? -8 അല്ലേ വരുന്നത്, അല്ലേ? അതായത് നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയത്. അതിനർത്ഥം ഡെൽറ്റ ജിന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നാണ് അതിനർത്ഥം, അല്ലേ? നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജിന്റെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും ആ പ്രോസസ് എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓൾവേസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. അതാ പറഞ്ഞത്. അതായത് എല്ലാ ടെമ്പറേച്ചറിലും, അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അതേസമയം അടുത്തത് നോക്കൂ, ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്, അപ്പൊ ഞാൻ 5 എന്ന് എഴുതി. അതുപോലെ ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ 3 ഇങ്ങനെ എഴുതി. ഓക്കെ. ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് എപ്പോ മാത്രം? ടി ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്. നോക്ക്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റല്ലേ? നോക്ക്, 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. അപ്പൊ അത് സ്പോണ്ടേനിയസ് ആണോ? അല്ല. നെഗറ്റീവ് വാല്യൂ അല്ലല്ലോ. അപ്പൊ സ്പോണ്ടേനിയസ് അല്ല. സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് തിരിച്ചെഴുതാം, അല്ലെ? തിരിച്ചെഴുതാം. അതായത് 3 - 5 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടണം? -2 കിട്ടണം. അപ്പൊ മൈനസ് വാല്യൂ കിട്ടി, അല്ലെ? സോ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിനേക്കാളും കൂടുതലായിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടോ? ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിനേക്കാളും കൂടുതലാവുന്ന കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ. ഓക്കെ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ് അവര് സ്പോണ്ടേനിയസ് ആവുള്ളൂ എന്നതാണ് അതിനർത്ഥം.
കിട്ടിയോ? ഹൈ ടെമ്പറേച്ചറിൽ. അപ്പൊ ഈ കണ്ടീഷൻ നോക്കണം കേട്ടോ. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആവുന്ന കണ്ടീഷനിൽ എങ്ങനെയാണ്, എപ്പോഴാണ് അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ? ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ സ്പോണ്ടേനിയസ് ആവുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കൂ, ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ കൊടുക്കുക? അപ്പൊ ഞാൻ -3 -5 ഇങ്ങനെയല്ലേ വരിക? സോ അതെന്ത് വരും? -3 + 5 എന്നാ വരിക അല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കൂടെ നെഗറ്റീവ് വരുന്നുണ്ടോ? -3 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? വെറും 2 ആണ് വരുന്നത് അല്ലേ? അപ്പൊ പറ്റുമോ അത്? ഇല്ല. അപ്പൊ നമുക്കതിന് തിരിച്ചു കൊടുക്കണം, അതായത് തല തിരിച്ചു കൊടുക്കണം. -5 -3 എന്ന് കൊടുക്കണം. സോ എന്ത് വരും? -5 + 3. അപ്പൊ ആൻസർ എന്താ വരുന്നത്? -2 ആൻസർ വരുന്നുണ്ട് അല്ലേ? സോ ഇവിടെ നോക്കൂ, അപ്പൊ എന്താ വരുന്നത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആയിരിക്കണം ഇവിടെ എന്തായിരിക്കേണ്ടത്? ഹയർ ആയിരിക്കേണ്ടത്. ഈ കണ്ടീഷനാണ് നോട്ട് ചെയ്യേണ്ടത്. സോ ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് വരുള്ളൂ, അതായത് സ്പോണ്ടേനിയസ് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ആണത് കേട്ടോ. ഇതാണ് കണ്ടീഷൻസ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവേണ്ട കണ്ടീഷൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. അതായത് കൈനറ്റിക്സ് എന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം, പറ്റുന്നത്ര എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, നോക്കൂ. ഈ ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ്, വൃത്തിയായിട്ട് നോട്ട് ചെയ്യുക. അവസാനം എഴുതിയിട്ടുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടെ നോട്ട് ചെയ്യുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവും ഡെൽറ്റ ജി നെഗറ്റീവും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് എസ് മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കി രണ്ടും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് QP ആണ്. അതായത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എച്ച്, അതായത് എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ യു, അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇത് മാറിപ്പോവാതിരിക്കാൻ ഇങ്ങനെ ആലോചിക്കുക. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ UV എന്നല്ലേ പറയുന്നത്? ആ യുയും ആ വിയും ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ വോള്യം വന്നു കഴിഞ്ഞാൽ അത് ഇന്റേണൽ എനർജി ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അതെ. അപ്പൊ മറ്റേത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അറിയാലോ, പിയും എച്ചും അങ്ങനെയാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് തെർമോഡൈനാമിക്സിനകത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, കൈനറ്റിക്സ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കുറച്ചധികം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്. റിയാക്ഷന്റെ റേറ്റ്, അതുപോലെ അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ മെക്കാനിസം, അതിനെല്ലാം കാണിക്കുന്നതാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ കുറച്ച് അധികം ഇതിനകത്ത് ഉണ്ട്. നമുക്ക് അതിന് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, എങ്ങനെയാണ് ഫാക്ടറുകൾ അതിനകത്ത് എഫക്ട് ചെയ്യുന്നത്, ഓർഡർ, മോളിക്കുലാരിറ്റി, യൂണിറ്റ്, അതുപോലെ തന്നെ ഓരോന്നിന്റെയും കുറച്ച് ഗ്രാഫുകളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. സ്യൂഡോ ഓർഡർ എന്താണ്, അപ്പൊ അതുപോലെ കൊളിഷൻ തിയറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. സോ എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നില്ല, കാരണം അത് കംപ്ലീറ്റ് ആവില്ല, അതുകൊണ്ട്. സോ അടുത്ത ദിവസം അത് എടുക്കുന്നതായിരിക്കും. സോ ഇതിനകത്ത് തെർമോഡൈനാമിക്സിനകത്ത് ഒന്ന് നോക്കൂ. ഇക്വേഷൻസ് ഒന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ് ഇതിനകത്ത് ഫുൾ വന്നിട്ടുള്ളത്. ഡെൽറ്റ യു കണ്ടു, ഇന്റേണൽ എനർജി ഫസ്റ്റ് ലോ പറയുന്നതാണ്. അതുപോലെ -P ഡെൽറ്റ വി, അതുപോലെ 2.303 nRT ലോഗ് V2/V1. പിന്നെ ഫ്രീ എക്സ്പാൻഷന്റെ കേസ് ആണെങ്കിൽ 0 ആണ് വരുന്നത് കേട്ടോ. വർക്ക് ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച്, അങ്ങനെ അത് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിനകത്ത് പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് എന്തായാലും എൻഡ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക്സ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു കേട്ടോ സക്കി, താങ്ക് യു. നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, എന്തായാലും അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. ഇതിന്റെ ക്യുസോറി ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ ക്യുസോറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. രണ്ടും കൂടി മിക്സ് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്യുസോറിയിൽ ഇടുന്നത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മാക്സിമം അത് ട്രൈ ചെയ്യുക. ഞാനിപ്പോ ക്യുസോറി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തെർമോഡൈനാമിക്സും കൈനറ്റിക്സും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ ക്യുസോറി ഇടാം. കാരണം എന്താ വെച്ചാൽ കൈനറ്റിക്സ് നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സോ നാളെ അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ക്യുസോറി ഞാൻ അതിനകത്ത് ഇടാം. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ന് എന്തായാലും ഇടുന്നില്ല. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എൻഡ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു കേട്ടോ.